ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള സഹനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണ് മനുഷ്യർ. രോഗങ്ങളാകുന്ന സഹനങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധിയുടെ സഹനങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകളുടെ സഹനങ്ങൾ, ജോലി നഷ്ടപ്പെട്ടത്, ജോലി ലഭിക്കാതിരിക്കുന്നത്, വിവാഹം നടക്കാതിരിക്കുന്നത്, ഉദരത്തിലുള്ള കുഞ്ഞിന് പലതരത്തിലുള്ള തകരാറുകളുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നത്, സന്താന സൗഭാഗ്യമില്ലാതിരിക്കുന്നത്, ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നത്, ഉണ്ടായിരുന്ന ജോലി അപ്രതീക്ഷിതമായി നഷ്ടപ്പെടുന്നത്, അങ്ങനെ പലതരത്തിൽ മനുഷ്യൻ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. മനുഷ്യൻ്റെ സഹനങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അത് തീരാത്തതാണ്. മനുഷ്യൻ്റെ സങ്കടങ്ങൾ, വേദനകൾ അത് പറഞ്ഞാലും എഴുതിയാലും കേട്ടാലും എത്ര പങ്കുവച്ചാലും പിന്നെയും ഒരു കടൽ പോലെ ബാക്കി കിടക്കുകയാണ്. മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അതും കണ്ടുപിടിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. വചനം തന്നെ ഒത്തിരിയേറെ കാരണങ്ങൾ, സഹനത്തിൻ്റെ ഒത്തിരിയേറെ കാരണങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹനത്തിൻ്റെ ഒരു കാരണമായി വചനം പറയുന്നത് അത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോയും ശിഷ്യന്മാരും ഇങ്ങനെ നടന്നു പോവുകയാണ്. വഴിയരികിൽ ജന്മന അന്ധനായ ഒരു യാചകനിരിക്കുന്നു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം മൂലമാണോ, അല്ലെങ്കിൽ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ? ഈശോ അവരോട് പറയുന്നു, ഇവൻ അന്ധനായി ജനിച്ചത് അവൻ്റെ പാപം മൂലമോ അവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമോ അല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ മഹത്വം അവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് സഹനത്തിൻ്റെ കാരണം എന്തൊക്കെയെന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ലഭിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ബൈബിൾ ആരംഭിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹൗവയും സഹിക്കാൻ, അവർക്ക് സഹനമുണ്ടാകാൻ, അവർക്ക് വേദനയും ദുഃഖവും ഉണ്ടാകാൻ കാരണമെന്തായിരുന്നു എന്ന് പറയുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രലോഭനങ്ങളിൽ അവർ അടിമപ്പെട്ടു പോകുന്നു. അങ്ങനെ പ്രലോഭനങ്ങളിൽ വീണ് പാപം ചെയ്യുവോളം അവർ ഏദൻ തോട്ടത്തിലെ എല്ലാ സമൃദ്ധികളുടെയും നടുവിലായിരുന്നു. സങ്കടങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത കാലം. പക്ഷേ പാപത്തിനു ശേഷം അവർ ഈ ഏദൻ തോട്ടത്തിന് പുറത്തേക്ക് ആട്ടി ഓടിക്കപ്പെടുകയാണ്. അവിടെ അവർക്ക് ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, പരിഭവങ്ങളുണ്ട്, പരാതികളുണ്ട്. അപ്പോൾ ആദത്തിൻ്റെയും ഹവ്വയുടെയും ദുഃഖദുരിതങ്ങളുടെ കാരണം ബൈബിൾ പറയുകയാണ് പാപമാണ് എന്നും. അതുപോലെ മറ്റുള്ളവരുടെ പാപം മൂലവും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരുടെ കഥകൾ ബൈബിൾ നിരത്തി വയ്ക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ജോസഫിന് ഈജിപ്തിലേക്ക് അടിമയായി പോകേണ്ടി വന്നത് സഹോദരങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന അസൂയ എന്ന ഒരു പാപം നിമിത്തമാണ്. സഹോദരങ്ങളുടെ ഉള്ളിലെ തിന്മ കൊണ്ട് സഹിക്കേണ്ടി വന്നത് ജോസഫ് എന്ന് പറയുന്ന സഹോദരനാണ്. ജോസഫ് ജയിലിൽ കിടക്കേണ്ടി വന്നതും സ്വന്തം പാപം മൂലമല്ല, പൊന്തിഫറിൻ്റെ ഭാര്യയുടെ ജഡമോഹം എന്ന് പറയുന്ന അവളുടെ പാപം മൂലം സഹിക്കേണ്ടി വന്നത് ജോസഫിനാണ്. അതായത് മറ്റുള്ളവരുടെ പാപം മൂലം സഹിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട്.
ഉക്രൈനിലെ പാവപ്പെട്ട ജനങ്ങൾ ഒരു വർഷത്തോളമായി യുദ്ധത്തിൻ്റെ ഭീകരതയിൽ കഴിയേണ്ടി വരുന്നത് മറ്റുള്ളവരുടെ പാപം മൂലമാണ്. അങ്ങനെ സഹനങ്ങൾക്ക് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. പക്ഷേ ഈ സഹനങ്ങളെല്ലാം നമുക്ക് എന്താണ് കൊണ്ടുവരുന്നത് എന്നാണ് ഇന്നത്തെ ഈ തിരുവചനം ശുശ്രൂഷയിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. സഹനങ്ങൾ നമുക്ക് തരുന്ന 5 സമ്മാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. സഹനം നമുക്ക് തരുന്ന ഒന്നാമത്തെ സമ്മാനം, പ്രിയപ്പെട്ടവരെ, അത് അനുതാപം എന്ന സമ്മാനമാണ്. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ അവന് സഹനമുണ്ടായി. അവൻ പിതാവിനോട് വഴക്കടിച്ച് പിതാവിൽ നിന്ന് തൻ്റെ ഭാഗവും മേടിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. അവന് തോന്നിയതുപോലെ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ക്ഷാമമുണ്ടായി. അവന് ഭക്ഷണമില്ലാതെയായി. ആരും അവനെ പരിഗണിക്കാതെയായി. ഒരിറ്റു വെള്ളം പോലും മര്യാദയ്ക്ക് കുടിക്കാനില്ലാതെയായപ്പോൾ, അവൻ വിശന്ന് പൊരിഞ്ഞപ്പോൾ വചനമെഴുതുകയാണ്, അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ്റെ സഹനങ്ങളുടെ പൂർണ്ണതയിൽ, മൂർത്തീഭാവത്തിൽ, വിശന്ന് പൊരിഞ്ഞ് മരിക്കാറാകുന്ന ഒരു ഘട്ടത്തിൽ അവന് സുബോധമുണ്ടായി. അവൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുകയും പിതാവിൻ്റെ പക്കലേക്ക് അവൻ മടങ്ങി വരികയും ചെയ്യുന്നു. അവന് കഷ്ടങ്ങളുണ്ടായിരുന്നില്ല എങ്കിൽ, അവന് ഇതുപോലെ ഒരു വേദനയും ദുരിതവും ഉണ്ടായിരുന്നില്ല എങ്കിൽ, അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരാത്ത ധൂർത്തപുത്രനായി തന്നെ അവൻ മരിച്ചുപോയാനെ. പ്രിയപ്പെട്ടവരെ, അനുതാപമെന്ന് പറയുന്ന ഒരു സമ്മാനം നമുക്ക് നൽകുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും ദുരിതങ്ങളുമാണ്. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം 71 തിരുവചനത്തിൽ ആത്മാവ് പറയുന്നത്, കഷ്ടങ്ങൾ എനിക്ക് ഉപകാരപ്രദമായി, അതുമൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. സങ്കീർത്തനങ്ങൾ 119:71. ദുരിതങ്ങൾ എനിക്ക് ഉപകാരപ്രദമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. നമുക്കറിയാം, വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നകന്ന് പാപം ചെയ്ത് വിഗ്രഹാരാധനയിലും പലതരത്തിലുള്ള തിന്മകളിലും മുഴുകിയ ജനത. ഈ ജനതയെ ദൈവം ബാബിലോണിൻ്റെ അടിമത്തത്തിന്, ബാബിലോൺ രാജാവിൻ്റെ ആക്രമണത്തിന് വിട്ടുകൊടുത്തു. ദൈവം വിട്ടുകൊടുത്തു. ബാബിലോണിയൻ സൈന്യം വന്ന് ജെറൂസലേം നഗരത്തെ ഒരു നാശകൂമ്പാരമാക്കി മാറ്റി. ദേവാലയം കത്തിച്ചു കളഞ്ഞു, ഭവനങ്ങൾ നശിപ്പിച്ചു, അടിമകളായി ജനത്തെ കൊണ്ടുപോയി. അങ്ങനെ വലിയ കഷ്ടതയുടെ ദുരിതത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ജെറമിയ പ്രവാചകൻ ആ നഗരത്തിലൂടെ ചുറ്റി നടന്ന് കരയുന്ന ഒരു പശ്ചാത്തലമാണ് വിലാപത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. പ്രവാചകൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കലേക്ക് തിരിയുകയും ചെയ്യാം. വിലാപങ്ങൾ 3:40 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ അച്ഛൻ വായിക്കാം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. ഞങ്ങൾ പാപം ചെയ്തു, ധിക്കാരം കാണിച്ചു, അവിടുന്ന് മാപ്പ് നൽകിയില്ല. അവിടുന്ന് കോപം പൂണ്ട് ഞങ്ങളെ പിന്തുടർന്നു, ഞങ്ങളെ നിഷ്കരുണം വധിച്ചു. ഒരു പ്രാർത്ഥനയും കടന്നു ചെല്ലാനാവാത്ത വിധം അവിടുന്ന് മേഘം കൊണ്ട് ആവൃതനായി. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കി.
ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വാ പിളർന്നു. സംഭ്രാന്തിയും കെണിയും ഞങ്ങളുടെ മേൽ പതിച്ചു. വിനാശവും ശൂന്യതയും ഞങ്ങളെ ഗ്രസിച്ചു. എൻ്റെ ജനതയുടെ പുത്രിക്കുണ്ടായ നാശം നിമിത്തം എൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നു. എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നതുവരെ അത് നിൽക്കുകയില്ല. ജീവിതത്തിലുണ്ടായ ക്ലേശങ്ങൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അനുതാപത്തിൻ്റെ കണ്ണുനീർ നിന്നിൽ നിന്ന് പ്രവഹിക്കാൻ ഇടവരുത്തും. സഹനങ്ങൾക്ക് നന്ദി പറയാം, കാരണം അത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നു. രണ്ടാമതായി, സഹനങ്ങൾ നമുക്ക് തരുന്നൊരു സമ്മാനമാണ് ദൈവത്തിലുള്ള ആശ്രയത്വം എന്ന് പറയുന്നത്. ദൈവത്തെ കൂടുതൽ അള്ളിപ്പിടിക്കാൻ, കർത്താവിൽ ആശ്രയിക്കാൻ നമ്മുടെ ബലഹീനതകൾ നമ്മെ സഹായിക്കും. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചനങ്ങളിൽ പൗലോസ് പറയുകയാണ്. 2 കൊരിന്ത്യസ് 1:8-9 തിരുവചനങ്ങൾ: സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒത്തിരിയേറെ ക്ലേശങ്ങൾ പൗലോസിനും കൂട്ടുകാർക്കും സുവിശേഷ പ്രഘോഷണ വേളകളിലുണ്ടായി. ഞങ്ങൾക്കുണ്ടായ ആ ക്ലേശങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണഭയമുണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. അത്രമാത്രം ദുസ്സഹമായ പീഡകളായിരുന്നു. എന്നാൽ ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഞങ്ങൾക്ക് എന്തിനാണ് ഈ കഷ്ടതകൾ ഉണ്ടായത്? സുവിശേഷം പ്രഘോഷിക്കാൻ പോയപ്പോൾ, ഈശോയെക്കുറിച്ച് പറയാൻ പോയപ്പോൾ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോയപ്പോൾ ഞങ്ങൾക്ക് കഷ്ടതകളുണ്ടായി, എതിർപ്പുകളുണ്ടായി, ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞങ്ങൾ സഞ്ചരിച്ച കപ്പൽ തകർന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോകാനിട വന്നു. ഞങ്ങൾ ബന്ധിക്കപ്പെട്ടു, ഞങ്ങൾ പ്രഹരിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ തന്നെ കഴിവിലാശ്രയിക്കാതെ മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ കഴിയുന്നവനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന്. ഹല്ലേലൂയ! യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൽ തന്നെ 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസ് തൻ്റെ വ്യക്തിപരമായ ഒരു സഹനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 കൊരിന്ത്യസ് 12, 7 മുതൽ 10 വരെ. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത്, എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്നാഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കാൻ എൻ്റെ ശരീരത്തിൽ ഒരു ബലഹീനത, ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എൻ്റെ ബലഹീനതകളിൽ ഞാൻ കർത്താവിൽ കൂടുതലായി ആശ്രയിക്കും.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില വീഴ്ചകൾ, അവ പോലും കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുന്നതിന് ദൈവം തരുന്ന സാധ്യതകളാണ്, സാഹചര്യങ്ങളാണ്. ഒന്നിനും കുറവില്ലാത്തപ്പോൾ ദൈവത്തിലേക്ക് ഓടിച്ചെല്ലാൻ മനുഷ്യന് മടിയാണ്. ചില കുറവുകളാണ് നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന കുറവുകളാണ് നിറവുകളേക്കാൾ ഭാഗ്യമുള്ള സാഹചര്യങ്ങൾ. ഹല്ലേലൂയ! യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനാണ് നദീതീരത്ത് നട്ട വൃക്ഷം പോലെ എപ്പോഴും ഫലമുള്ള മനുഷ്യരായി തീരുക എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. സഹനം കൊണ്ടുവരുന്ന മൂന്നാമത്തെ സമ്മാനമെന്ന് പറയുന്നത് നീതീകരണമാണ്, ജസ്റ്റിഫിക്കേഷനാണ്. സഹനങ്ങൾ നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു, നമ്മിലുള്ള തിന്മകൾ എടുത്തു മാറ്റുന്നു. സഹനങ്ങൾ നമ്മെ പക്വതയുള്ളവരാക്കി മാറ്റുന്നു. സഹനങ്ങൾ നമുക്ക് പരിശീലനം തരുന്നു. വചനമനുസരിക്കുന്നതിന് സഹനം നമുക്ക് പരിശീലനം തരുന്നുവെന്ന് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായ മന്നാ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യർ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ വിശപ്പറിയാൻ വിട്ടത്, നിങ്ങളെ ദാഹമറിയാൻ വിട്ടത്, അതായത് നിങ്ങൾ വിശന്ന് പൊരിയാൻ ഇടവന്നത്, നിങ്ങൾ ദാഹിച്ചു വലയാൻ ഇടവന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല നീ മുന്നോട്ട് പോകുന്നതെന്ന് നീ മനസ്സിലാക്കണം. ഇതൊരു നീതീകരണമാണ്. നിന്നിലുള്ള അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഒക്കെ ദുർഭൂതങ്ങൾ നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന സമയമാണ് നിൻ്റെ സഹനത്തിൻ്റെ സമയം. നിന്നിലുള്ള തിന്മകൾ എടുത്തു മാറ്റി നിന്നിൽ വചനം നിറയുന്ന സമയമായി മാറണം സഹനത്തിൻ്റെ സമയം. സഹനം തരുന്ന മൂന്നാമത്തെ സമ്മാനമെന്ന് പറയുന്നത് നിൻ്റെ നീതീകരണമാണ്. അതാണ് ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹെബ്രായർ 6 മുതൽ 12 വരെ. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ചില സഹനങ്ങൾ ദൈവം നമുക്ക് തരുന്നത് നമ്മെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പിതാവ് മക്കളെ ശിക്ഷിക്കുന്നത് പോലെയാണ്. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗതിക പിതാക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ? ഭൗതിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ! എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തത്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബാബിലോണിയൻ അടിമത്വത്തിലേക്ക്
ദൈവം ഇസ്രായേൽ ജനതയെ വിട്ടുകൊടുത്തത് അവരെ നശിപ്പിക്കാനായിരുന്നില്ല, അവരെ തിരിച്ച് വീണ്ടും തന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു. ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുന്നത് നിൻ്റെ നീതീകരണത്തിന് വേണ്ടിയാണ്. നീ നീതീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സഹനം കൊണ്ടുവരുന്ന നാലാമത്തെ സമ്മാനമെന്ന് പറയുന്നത് നമ്മുടെ മഹത്വീകരണമാണ്. സഹനങ്ങൾ നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നത് പോലെ, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ തുലോം നിസ്സാരങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. റോമർ 8:18. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന സഹനങ്ങൾ, വേദനകൾ നിസ്സാരങ്ങളാണ്. ഈ സഹനങ്ങളും വേദനകളും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മഹത്വത്തിലേക്കാണ്. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസ് പറയുകയാണ്. 2 കൊരിന്ത്യസ് 4:16 മുതൽ 17 വരെ, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഇപ്പോൾ ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹനത്തിൽ, ക്ലേശങ്ങളിൽ, ജയിൽവാസങ്ങളിൽ, പട്ടിണിയിൽ, ആപത്തിൽ, ബന്ധക്കാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും ഒക്കെയുള്ള അപമാനങ്ങളിൽ, തിരസ്കാരങ്ങളിൽ ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാഹ്യമായിട്ടുള്ള സഹനങ്ങൾ ക്ഷണികമാണ്, പക്ഷെ വരാനിരിക്കുന്ന മഹത്വം അനശ്വരമാണ്. ഈ സഹനങ്ങൾ അനശ്വരമായ മഹത്വത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയാണ്. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ മഹത്വത്തിലേക്കാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. റോമർ 8:30. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ദൈവം വിളിക്കുകയാണ്, ദൈവം നീതീകരിക്കുകയാണ്, ദൈവം മഹത്വപ്പെടുത്തുകയാണ്. സഹനം കൊണ്ടുവരുന്ന നാലാമത്തെ സമ്മാനമെന്ന് പറയുന്നത് നിൻ്റെ മഹത്വമാണ്. ഈശോയുടെ കുരിശുമരണം അവന് കൊടുത്തത് സ്വർഗീയമായ മഹത്വമാണ് എന്നതുപോലെ തന്നെ നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ നിനക്ക് മഹത്വത്തിൻ്റെ മകുടം ചാർത്തും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 5-ാമതായി, അവസാനമായി, സഹനം കൊണ്ടുവരുന്ന സമ്മാനമെന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ നിന്നെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടുവരും. നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ നിന്നെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ സഹനങ്ങളെക്കുറിച്ചാണെന്ന്. സഹനങ്ങൾ ഓർമ്മപ്പെടുത്തലാണ്. നിൻ്റെ ജീവിതത്തിലൊരു സഹനമുണ്ടാകുമ്പോൾ നീ ഓർക്കും, ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് സഹിച്ചത്, ക്രിസ്തു ആർക്കു വേണ്ടിയാണ് സഹിച്ചത്, ക്രിസ്തു എങ്ങനെയാണ് സഹിച്ചത്. പൗലോസ് പറയുകയാണ്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ഫിലിപ്പി 3:10-11 തിരുവചനങ്ങൾ.
അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടായത് ഞാൻ ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെക്കുറിച്ചറിയാനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ നമുക്ക് തരുന്ന 5 വലിയ സമ്മാനങ്ങളെക്കുറിച്ചാണ് ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ധ്യാനിച്ചത്. 1, ഈ സഹനങ്ങൾ നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നു. 2, സഹനങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മെ പരിശീലിപ്പിക്കുന്നു. 3, സഹനങ്ങൾ നമ്മെ നീതീകരിക്കുന്നു. 4, സഹനങ്ങൾ നമ്മെ മഹത്വപ്പെടുത്തുന്നു. 5, ക്രിസ്തുവിൻ്റെ സഹനത്തെയും മരണത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സഹനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ക്രിസ്തുവിന് അനുരൂപരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന സഹനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സഹനത്തിൻ്റെ അർത്ഥങ്ങളറിയാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ അനുതാപത്തിലേക്ക് അങ്ങ് നയിക്കുന്നുവല്ലോ. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നീതീകരിക്കപ്പെടുവാനും മഹത്വപ്പെടുവാനും ക്രിസ്തുവിന് അനുരൂപരായി തീരുവാനും ഞങ്ങൾക്ക് അങ്ങ് കൃപ നൽകുന്നുവല്ലോ. അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ കരുണയായിരിക്കണമേ, ഈശോയെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.